ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ല് പോലൊരു സംഭവം കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ജോബ് പോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജോലി നോക്കുന്നവർക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാനും അത് ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗൾഫിലൊക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ സൗദിയിൽ ദാറുൽ ഫിക്കർ എന്ന് പറഞ്ഞ സ്കൂളിൽ മെയിൽ ടീച്ചേഴ്സിന് വേണ്ടി അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ സ്കൂള് കംപ്ലീറ്റ്ലി സൗദി സ്കൂളാണ്. അപ്പോൾ നമ്മളൊരു കാര്യമുണ്ട്, ഒരു സൗദി സ്കൂളിൽ വർക്ക് ചെയ്യുന്നതും ഒരു ഇന്ത്യൻ പാകിസ്ഥാനി മറ്റു മാനേജ്മെൻറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതും തമ്മിലൊരു വ്യത്യാസം. സൗദി സ്കൂളുകളിൽ അവരുടെ സാലറി നല്ല കൂടുതലാവും നമുക്ക്, അതുപോലെ തന്നെ വർക്ക് ലോഡ് കുറവായിരിക്കും. അല്ലാതെ ഇന്ത്യൻ പാകിസ്ഥാനീസിന് നമ്മൾ എത്ര വർക്ക് ചെയ്താലും അവർക്കത് അത്ര വലിയ വർക്കായിട്ട് തോന്നില്ല. അവർ സാലറി കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ റുപ്പീസുമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കും. ഇവർക്കതില്ല, ഇവരുടെ ക്യാഷ് അല്ല അത്, അവരുടെ റിയാൽ എന്ന് പറയുന്നത്. അത് അവർക്ക് അത്ര മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ സൗദി സ്കൂളിൽ വർക്ക് കിട്ടുന്നത് നല്ലതാണ്, കാരണം വർക്ക് ലോഡ് കുറവും സാലറി കൂടുതലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർ വിളിച്ചിരിക്കുന്നത്, മുമ്പ് അവർ നമ്മളെ ഇന്ത്യൻസിനെ പാകിസ്ഥാനികളെ ഒന്നും എടുക്കില്ലായിരുന്നു. അവർ സൗദി ടീച്ചേഴ്സിനെയും നേറ്റീവ് സ്പീക്കേഴ്സിനെ, നല്ല ഇംഗ്ലീഷ് കൺട്രീസിൽ നിന്നുള്ള ആളുകളെ മാത്രമായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ആഫ്റ്റർ കൊറോണ അവരിപ്പോൾ ഇന്ത്യൻസിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് റോബോട്ടിക്സ് ടീച്ചറായിട്ട്. ആളിപ്പോൾ 2 വർഷമായി ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ, അതായത് അവളിപ്പോൾ കേരളത്തിൽ നിന്നാണല്ലോ, അപ്പോൾ ഇന്ത്യൻസിനെ എടുത്തു. അപ്പോൾ ഞാൻ ആളോട് ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് ചോദിച്ചു, അവരെടുക്കുമോ നമ്മളെ നാട്ടിലുള്ളവരെ? കാരണം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അത് നമുക്ക് കിട്ടുമോ കിട്ടില്ലേ എന്ന് അറിയണോ. അപ്പോൾ ആൾ പറഞ്ഞു, ഇപ്പോൾ അവർ ഇന്ത്യൻസിനെ പാകിസ്ഥാനീസിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല സബ്ജക്റ്റ് നോളജും നല്ല പ്രസൻറ്റബിൾ ആയിരിക്കണം. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയുന്നതാണ്, വെറുതെ നമ്മൾ ഇന്ത്യൻ സ്കൂളിലേക്ക് തട്ടിക്കൂട്ടിയിട്ട് വെറുതെ അങ്ങോട്ട് നിങ്ങൾ കുറേ സർട്ടിഫിക്കറ്റും എടുത്ത് പോകുന്ന പോലെയല്ല. ഇൻ്റർനാഷണൽ സ്കൂളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് നമ്മളെ ഒന്ന് നോക്കും, അപ്പിയറൻസ് എങ്ങനെയാണ്. കാരണം അവർക്ക് അവരുടെ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആ സ്മാർട്ട്നെസ്, ആ പ്രസൻറ്റബിൾ അവർക്ക് കാണണം. അല്ലാതെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, കുറേ സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ടാവും, എങ്ങനെയാണ് ചെന്നാലും വേണ്ടില്ല ജോബ് കിട്ടും. അല്ല, ഇന്ത്യൻ സ്കൂളിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോവാം. പക്ഷെ ഇതങ്ങനെയല്ല, അവർക്ക് അവരുടെ കുട്ടികൾക്ക് അവരുടെ സ്റ്റാഫാന്ന് പറയാനുള്ള അങ്ങനെ ആവണം നമ്മൾ പോകുന്നത് ആ സ്കൂളിലേക്ക് കേട്ടോ. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാണ്. അതിന് പറ്റുന്നവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടീച്ചേഴ്സിനെ വേണ്ടതെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നത് മാത്തിൻ്റെ ടീച്ചറേയും സയൻസ് ടീച്ചറേയും മിഡിൽ സ്കൂളിലേക്കാണ് വേണ്ടത്. മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത് ക്ലാസ് 4, ഗ്രേഡ് 4 മുതൽ ഗ്രേഡ് 8 വരെയുള്ള ക്ലാസ്സാണ് മിഡിൽ സ്കൂള്. അപ്പോൾ അത് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് മാത്തിലൊരു ഡിഗ്രി, അല്ലെങ്കിൽ ഏതെങ്കിലും സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി ഇതിലേതിലെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ഒന്നും കൂടെ പറയാണ്, മെയിൽ ടീച്ചേഴ്സ് മാത്രം കേട്ടോ, ഫീമെയിൽ ടീച്ചേഴ്സിനല്ല, ബോയ്സ് സെക്ഷനിലേക്കാണ്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് മാത്തിനും സയൻസിനും മാത്രമാണ് 8ാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സ് മിഡിൽ സ്കൂൾ എന്നവർ കൊടുത്തിരിക്കുന്നത്. അത് സയൻസ് മിഡിൽ സ്കൂൾ എന്ന് കൊടുത്തിട്ടില്ല, ബട്ട് സയൻസ് സാധാരണ മിഡിൽ സ്കൂളിലാണ് ഉണ്ടാവാറ്. വലിയ ക്ലാസ്സിലാവുമ്പോൾ ഇലക്റ്റീവ്സ് സബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കുക. അത് ക്ലിയർ ആണല്ലോ. പിന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ICT അല്ലെങ്കിൽ റോബോട്ടിക്സ് ടീച്ചർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫ്രണ്ടിന് എടുത്തിരിക്കുന്ന റോബോട്ടിക്സ് ടീച്ചറായിട്ടാണ്. അപ്പോൾ അവർക്ക് റോബോട്ടിക്സ് ടീച്ചർമാരാണ് നമ്മളെ നാട്ടിൽ നിന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ. കാരണം റോബോട്ടിക്സ് ടീച്ചേഴ്സിന് അവർക്ക് അത്ര പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ നല്ല എക്സലൻ്റ് ആണ്, നിങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്തോ, നിങ്ങൾക്കായിരിക്കും ആ പോസ്റ്റ് കിട്ടുന്നത്. അത് ക്ലിയർ ആണല്ലോ. മിഡിൽ സ്കൂളിലേക്ക് മാത്തും സയൻസും, സീനിയേഴ്സ് അതായത് ഹൈസ്കൂളിലേക്ക് 9 മുതൽ 12 വരെയുള്ള സ്കൂളിലേക്ക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ICT, റോബോട്ടിക് ആൻഡ് മാത്ത് ടീച്ചർ. മാത്ത് ടീച്ചർ ഞാൻ പറയാൻ മറന്നതാണ്, മാത്ത് ടീച്ചറെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ടീച്ചേഴ്സിനെയാണ് വേണ്ടത്. അപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്പോക്കൺ ആൻഡ് റിട്ടൺ ഉണ്ടായിരിക്കണം. 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഇൻ്റർനാഷണൽ സ്കൂള്,
ബാച്ചിലർ ഓർ മാസ്റ്റർ ഇൻ ദ ഫീൽഡ്. നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ആയാലും മാസ്റ്റർ ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് പ്രിഫറൻസ് കൂടുതലായിരിക്കും. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈസ് പ്രിഫേർഡ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചിങ് ലൈസൻസ്, നമ്മളെ നാട്ടിലെ ബി എഡ് ഉള്ളവർക്ക് പ്രിഫറൻസ് കിട്ടും. അല്ല നിങ്ങൾ PGCO, ഗൾഫ് നാട്ടിലൊക്കെ ആണെങ്കിൽ PGCE അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചിങ് ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രിഫറൻസ് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് BEd ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം. അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ റോബോട്ടിക്സ് ടീച്ചറൊക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. കാരണം ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും കിട്ടുക. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. CV നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു CV, അതിൽ നിങ്ങളെ സ്മാർട്ടായിട്ടുള്ളൊരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ, നമ്മൾ ടൈ ഒക്കെ വെച്ച് അല്ലേ, അങ്ങനെ നല്ല ഒരു പ്രൊഫഷണൽ ലുക്കിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ CV വെക്കുന്നത്. ഓക്കെ, പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു ഫുൾ സൈസ് ഫോട്ടോ തന്നെ നിങ്ങൾക്ക് CV കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ CV ഫുൾ സൈസ് ഫോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, കാരണം അവർക്ക് ടീച്ചേഴ്സിനെ കാണണം. ടീച്ചേഴ്സിനെ കാണാണ്ട് അങ്ങനെ നോളജ് ഉണ്ടെന്ന് വിചാരിച്ച് ഒരിക്കലും സൗദി സ്കൂൾസ് എടുക്കൂല. അത്ര ക്ലിയർ ആണല്ലോ. അപ്പോൾ നാട്ടിലുള്ളവരും നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് വിസ കിട്ടും. പിന്നെ ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ച് കൺഫേം ആക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ബാർകോഡ് കൊടുത്തിട്ടുണ്ട്, അത് ഞാനും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കൂളിൻ്റെ വെബ്സൈറ്റിലുണ്ട് അവരുടെ ഇമെയിൽ ID, അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ID. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. മെയിൽ ടീച്ചേഴ്സിന് മാത്രമുള്ളതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഓക്കെ, പിന്നെ ദമാം സ്കൂളിൽ വിളിച്ചോന്ന് ചോദിച്ചവരോട് പറയാൻ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ആഫ്റ്റർ 3 സ്റ്റെപ്പ്, അതായത് ഇൻ്റർവ്യൂ, റിട്ടേൺ ടെസ്റ്റും എല്ലാം കഴിഞ്ഞ്, ഡെമോ എല്ലാം കഴിഞ്ഞ് ആളെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ്. പിന്നെ അറബിക് ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആർട്ട് അക്കാദമിയിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെയാണ്. 2 പേര് അവരെടുത്തു. ഇനിയും അവിടെ ഒരു വേക്കൻസിയും കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഓക്കെ ദെൻ, ബൈ ബൈ.